അതുകൊണ്ട് ഇതാണ് നമ്മുടെ യമൻ ബ്രെഡ് എന്ന് പറയുന്നത്. അവർക്ക് യമൻ ബ്രെഡ് എന്നാ പറയുന്നത്. നമുക്ക് ഇന്ത്യൻസിനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പത്തിരിയുടെ വേറൊരു വേർഷനായിട്ട് വരും. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ പല ഇതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നോക്കുമ്പോഴത്തേക്ക് വേറെ കുറേ ഡിഷസിൻ്റെ ഒക്കെ, അതായത് വേറെ ടൈപ്പൊക്കെയാണ് അവർ യമൻ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇതാണ് യഥാർത്ഥത്തിലുള്ള യമൻ ബ്രെഡ്. നമ്മുടെ നെയ്ബർ നമുക്ക് തന്നെയാണ്. കറക്റ്റ് ഇതാണ് ലെയറായിട്ട് നമ്മൾ കറക്റ്റ് പൊറോട്ട നമുക്ക് തിന്നുന്നതാണെങ്കിൽ ഇരിക്കും. പക്ഷെ ഇത് മൈദയല്ല, വേറെ ഏതോ പൊടിയോ എന്തോ അങ്ങാണ്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ വെറുതെ എടുത്ത് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അവരിങ്ങനെ മാത്രമാണ് എടുത്ത് കഴിക്കാറുള്ളത്. അപ്പം അപ്പുറത്തുനിന്ന് നമുക്ക് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. അവരുടെ ഡിഷസിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് അതുകൊണ്ട് ഈ യമൻ ബ്രെഡ്. ഇത് നല്ല വലുപ്പമാണ്. അതുകൊണ്ട് ഈ പാത്രത്തിൻ്റെ ഫുൾ കവർ ചെയ്ത് നിൽക്കും. അതാണ് അതിൻ്റെ യഥാർത്ഥ. അപ്പോൾ ഇതുവരെ അങ്ങനെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.